എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീഡിയോ കുറച്ച് മുമ്പേ വരേണ്ടതായിരുന്നു, പക്ഷേ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വീഡിയോകളൊക്കെ വരുന്നത്. ഡെയിലി ഒരു വീഡിയോ പോലും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല എന്നതാണ് കാര്യം. അപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോയ്ക്ക് ഹൈപ്പോ അതുപോലെ തന്നെ ലൈക്കോ കമൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തോണ്ടിരിക്കണേ. അപ്പൊ എന്തായാലും കാര്യത്തിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാല് ഞാൻ കുറച്ച് അധികം വീഡിയോകൾ കണ്ടു കേട്ടോ. എന്തൊക്കെയാണെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഭയങ്കര എന്നുള്ള ശബ്ദം ഉണ്ടാവും. അത് മറ്റൊന്നുമല്ല, ഫാനിന്റെ ശബ്ദമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫാനിന്റെ ശബ്ദം നന്നായിട്ടുണ്ട്. അപ്പോൾ അതാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ചക്ക സ്ഥാനാർത്ഥിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ഷനാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയിലെ ചക്ക അടയാളത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അവരാരാണെന്ന് എല്ലാവർക്കും അറിയാം. ശരിക്കും പറഞ്ഞാൽ കോമഡി പീസ് തന്നെയാണ് കേട്ടോ. കോമഡി, അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടു. അവർക്കുള്ള ഒത്തിരി റീൽസ് കാരണം, അതായത് ആ ഒരു സ്ത്രീയുടെ റീൽസുകൾ കാരണം നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും നേരത്തെ രേണുസുതി ആയിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഒരു ചക്ക സ്ഥാനാർത്ഥിയാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത്. വല്ലാത്ത ഒരു അവസ്ഥയായി പോയി. എന്തൊക്കെ തള്ളാണെന്നറിയാമോ ഇവര് തള്ളി മറിച്ചിടുന്നത്? വല്ലാത്തൊരു തള്ളു തന്നെയാണ്. ശരിക്കും ഇത്തവണ നമ്മുടെ BJP സ്ഥാനാർത്ഥികളായിട്ട് തിരഞ്ഞെടുത്ത ആളുകള് ശരിക്കും മനുഷ്യനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, നിന്നോട് ആരാടി പറഞ്ഞത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ, നിനക്ക് എന്താടി കാര്യം എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഞാനും വർഷങ്ങളായിട്ട് BJPക്ക് വോട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായല്ലോ? അപ്പോ അത് മാത്രമല്ല, ഞാനൊരു ഇന്ത്യൻ പൗരനാണ് എന്നുള്ള നിലയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് തുറന്നു പറയുക തന്നെ ചെയ്യും. അപ്പൊ എന്ന് വെച്ചാല് ശരിക്കും അഖിൽമാരാരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആള് കൂടെ ഓരോരോ പൊട്ടത്തരങ്ങൾ കാണിക്കുകയും വൈത്തൊന്ന് വിളിച്ച് പറയും, ഇത്തിരി കഴിയുമ്പോൾ വാക്ക് മാറ്റി പറയും. ഒക്കെ ആണെങ്കിൽ പോലും ആള് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരാളായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നീടെന്ന് പറഞ്ഞാല് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ ഒത്തിരി ആളുകൾ പോയിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് ഇന്ന് വിൻ ചെയ്യാതെ അവരടിച്ചോടിച്ച ഒരു പാർട്ടിയാണ് ഈ പറയുന്ന നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ. അതിന്റെ പിന്നിൽ ഒത്തിരി കള്ളത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നടന്ന ചില തിരിമറികളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് റോബിന് കിട്ടിയിട്ടുള്ള അംഗീകാരം അത്രയും മറ്റാർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഇന്നും തോന്നുന്നില്ല. അനീഷിനെയൊക്കെ ഒരുപാട് ആളുകൾ സ്നേഹിച്ചു. അനീഷിനെയൊക്കെ ഒരുപാട് സ്വീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടി. എന്നാൽ പോലും റോബിന് കിട്ടിയിട്ടുള്ള ആ ഒരു റോബിൻ തരംഗം മറ്റാർക്കും നേടാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് ഈ ഇലക്ഷന്റെ കാര്യം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് റോബിനെ പലരും തെറി വിളിക്കുന്നതൊക്കെ കണ്ടതാണ്. അഖിൽമാരാരെ തെറി വിളിക്കുന്നതൊക്കെ കണ്ടതാണ്. തെറിവിളി പിന്നെ സോഷ്യൽ മീഡിയയിൽ തല കാണിച്ചാലും മതി, തെറിവിളി പിന്നാലെ വന്നോളും. അപ്പൊ തെറിവിളി ഒന്നിലും കാര്യമാക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇടപഴകാൻ അറിയാവുന്ന, അഖിൽമാരെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് സംസാരിച്ച് വീഴ്ത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇവിടെ ഈ ഒരു ഇലക്ഷന്റെ സമയമായപ്പോൾ ഇവരൊക്കെ കാണിച്ചത് കുറച്ച് ഓവറായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 8-ാം തീയതി രാത്രി 12 മണിക്കാണ്. പക്ഷെ ഈ ഒരു വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 9-ാം തീയതി 6 മണിക്ക് ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മറ്റ് ആർക്കെങ്കിലും ഉരുപൊട്ടി ഇനി ആർക്കെങ്കിലും വോട്ട് കൊടുക്കാതെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകളുടെ വായിലിരിക്കുന്ന തെറി മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. അപ്പോൾ വെറുതെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ തെറി മേടിച്ച് കിട്ടേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതെല്ലാം എഡിറ്റ് ചെയ്ത് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു പട്ടിച്ചാത്തന്റെ അടുത്ത് പോലും എത്തില്ല. ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അധികം ആളുകളിലേക്ക് എത്തിക്കത്തില്ല. കാരണം നമ്മൾ ആ ഒരു ടൈമിൽ വീഡിയോ ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും ഒരു എന്താ പറയുക, ഒരു കൃത്യത ഉണ്ടാവണം. വീഡിയോ ചെയ്യുന്നതിനായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനും എല്ലാ കാര്യത്തിനും ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഓടാതെ തന്നെ അവിടെ ഡൗൺ ആയിട്ട് കിടക്കും. അപ്പോൾ എന്തായാലും നാളെ വൈകുന്നേരം 6 മണിക്ക് ശേഷം മാത്രമായിരിക്കും ഈ വീഡിയോ ഞാൻ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും ഇവിടെ നമുക്ക് ഇപ്പോൾ അഖിൽമാരാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും റോബിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും
ഈ ഒരു ഇലക്ഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പല ആളുകളുടെയും വീട്ടിലേക്ക് ചെല്ലുന്നു, ഇടിച്ചു കയറി ചെല്ലുകയാണ്, അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അവരെ സഹായിക്കുന്നു, സ്നേഹത്തോടു കൂടി കവിളിൽ പിടിക്കുന്നു, എന്തെല്ലാം പ്രഹസനങ്ങൾ കാണിക്കുന്നതായിട്ടാണ് എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് കേട്ടോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തുകൂടായിരുന്നോ? ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഖിൽമാരെ ആയാലും ഡോക്ടർ റോബിനെ ആയാലും എല്ലാവരും അറിയുന്നതാണ്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷന് മത്സരിക്കുന്നതിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകളൊന്നും ഇവർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്തതാണോ, അതേസമയം നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ എന്നുള്ളത് ഒന്ന് കമന്റ് അടിച്ചേക്കണേ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ ആയപ്പോൾ ഓവർ പ്രഹസനം കാഴ്ചവെച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്തു? ശരിക്കും ഞാൻ ഇത് തുറന്നു പറയുമ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും ഒരു BJP തന്നെയാണ്. നമ്മൾ ആരും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പാർട്ടി ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ആളിനെ നോക്കി വോട്ട് കൊടുക്കും. ബാക്കിയുള്ള എല്ലാത്തിനും വരുമ്പോൾ നമ്മൾ ശരിക്കും താമരയ്ക്ക് തന്നെയാണ് വോട്ട് കൊടുക്കുന്നത്. പക്ഷെ എന്ന് കരുതി ഇത്തരത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് വലുത്. അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും ഇവർ കുറച്ചധികം ഓവറായിട്ട് പ്രഹസനം കാഴ്ചവെച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ റോബിനാണെങ്കിലും അതുപോലെ തന്നെ അഖിൽമാരാണെങ്കിലും എല്ലാം നല്ലത് തന്നെയാണ്. ജയിച്ചു വരികയാണെങ്കിൽ നല്ലത് തന്നെയാണ്. ജനങ്ങൾ നിങ്ങളുടെ നിങ്ങൾ കാണിച്ചതും പറഞ്ഞതും ഒക്കെ ജനങ്ങൾ അംഗീകരിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് നിങ്ങൾ തോറ്റു പോവുകയാണെങ്കിൽ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നേ കരുതാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും എല്ലാവരും ജയിക്കട്ടെ. അപ്പൊ അതേ പറയാനുള്ളൂ. ആരും തോറ്റു പോകണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പോരെങ്കിൽ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്നതേ ഉള്ളൂ, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല. എല്ലാവരും ജയിച്ച്, എല്ലാ പാർട്ടിക്കാരും ജയിച്ച് നന്നായിട്ട് വരട്ടെ, അർഹതപ്പെട്ടവർ ജയിക്കട്ടെ, അത്രയേ ഉള്ളൂ. പിന്നീട് ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചക്കയുടെ ആളിന്റെ കാര്യമാണ് കേട്ടോ. ആ ഒരു ലേഡിയുടെ കാര്യം. ഇക്കാര്യത്തിൽ ഒരു സെലിബ്രിറ്റിയാണ്. ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ഈ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. പറയുകയാണെങ്കിൽ എന്ത് പ്രഹസനമാണ് ഈ സ്ത്രീ കാഴ്ചവെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും 15 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഇതിനേക്കാൾ ഏറെ പക്വത കാണിക്കും. ഇത് ഒരു പക്വതയില്ലാതെ ഓടി നടക്കുന്നു. ഒരു വോട്ടിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. നമുക്ക് വോട്ട് ചോദിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ചോദിച്ച് തന്നെയാണ് ഇന്ന് വരെയുള്ള എല്ലാ നേതാക്കളും ജയിച്ചിട്ടുള്ളതും തോറ്റിട്ടുള്ളതും ഒക്കെ. എല്ലാവരുടെയും കുറച്ചധികം ആളുകൾ ചോദിച്ചിട്ട് വോട്ട് കൊടുക്കാതിരിക്കുമ്പോൾ അവർ തോറ്റു പോകും. കുറച്ചധികം ആളുകൾക്ക് വോട്ട് കിട്ടുമ്പോൾ അവർ ജയിക്കും, അത്രയേ ഉള്ളൂ. അതേസമയം ഈ ഒരു ലേഡി കാണിക്കുന്നത് അന്നദാന പുരയിൽ ചെല്ലുന്നു, അമ്മച്ചി മുത്തേ ചക്കരേ കരളെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നു. അതുപോലെ തന്നെ സോപ്പിട്ട് വോട്ട് മേടിക്കാനായിട്ട് നോക്കുന്നു. എല്ലാവരെയും എന്താ പറയുക, എല്ലാവരുടെ അടുത്തും കൊഞ്ചിയും കുഴഞ്ഞും. ഇങ്ങനെയാണോ ഒരു നേതാവ് ആവേണ്ടത്? ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് കണ്ടിട്ട്? ശരിക്കും BJPയുടെ ആരാണോ ഈ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തത് അവർക്ക് അമ്പേ പാളിപ്പോയി എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ശരിക്കും ഇവർ ജയിക്കുമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഇവർക്ക് ഉണ്ട് ഈ ഒരു സ്ത്രീക്ക്. അവർ തന്നെ അത് പല വീഡിയോകളായിട്ട് പറയുന്നുണ്ട്. അതിലൊന്നും ഞാനിവിടെ കേൾപ്പിക്കാം. ഒരു അപ്പവും പെട്ടെന്ന് പറഞ്ഞു, നീ വോട്ട് ചോദിക്കണത് അഭിനയിച്ചോണ്ടല്ലേ എന്നിങ്ങനെ ചോദിച്ച് കളിയാക്കിയപ്പോൾ അടുത്തിരിക്കണ അമ്മൂമ്മ പറഞ്ഞു, പിന്നെ അങ്ങനെ പറയല്ലേ, പാവം മോളല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ചിഹ്നം മാറിയതിനാണോ കുഴപ്പമെന്ന് വെച്ചാൽ പറഞ്ഞു, എന്താ മോളെ, ചക്ക തന്നെയല്ലേ താമര, താമര തന്നെയല്ലേ ചക്ക, ഞങ്ങൾക്കറിയാം, ചക്ക ഇനിയിപ്പോൾ തുറന്നു നോക്കിയാൽ താമര പോലെയല്ലേ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ ആ അമ്മ പറഞ്ഞ വാക്കുകളാണ് ഞാനത് മീഡിയയിൽ പറഞ്ഞത്. പക്ഷെ അത് അവസാനം ഞാൻ പറഞ്ഞതും എൻ്റെ ആശയം പോലെ ആക്കി. അതൊന്നും സാരമില്ല. അതൊക്കെ നെഗറ്റീവ് ഒക്കെ PR-കളായിട്ട് അതെല്ലാം ഞാൻ ഏറ്റുവാങ്ങുകയാണ്. വേണ്ടിയിട്ട് പാർട്ടിക്കാരുടെ കൂടെ പോയിട്ടാണ് വരുന്നത്. അപ്പൊ അതിലൊരാള് വേഗം കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. MLAയോ? ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം അവര് ഉറപ്പിച്ച് അപ്പോൾ എന്തായാലും ഇവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പരിഹസിച്ചിട്ട് ആയിരിക്കണം അങ്ങനെയുള്ള ഒരു ഡയലോഗ് അടിച്ചത്. പക്ഷെ പാവപ്പെട്ടോൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇത് റിയലായിട്ട് പറഞ്ഞതാണ് എന്നാണ്. ശരിക്കും കളിയാക്കി പറഞ്ഞാൽ പോലും മനസ്സിലാകാത്ത ഒരു കുട്ടിയാണല്ലോ ഇത് എന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ കഷ്ടം തോന്നുകയാണ്. പിന്നീട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ഷനാണ്, നമ്മൾ എല്ലാവരുടെ വോട്ട് ചോദിക്കും, തമാശ പറയും, സ്നേഹമായിട്ട് ഇടപെടും, എല്ലാം ചെയ്യും. പക്ഷേ ഇത് കുറച്ചധികം ഓവറായി പോയി. അതായത് ഒരു പക്വതയില്ലാത്ത കുട്ടികൾ കാണിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതുപോലെയാണ് എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് പറയാനായിട്ട് തോന്നുന്നത്. ഇത്രയും പക്വതയില്ലാത്ത ഒരു സ്ത്രീക്ക് എങ്ങനെ നമ്മളെ നയിക്കാൻ സാധിക്കും? എങ്ങനെ നമ്മുടെ രാജ്യത്തില് നല്ല കാര്യങ്ങൾ കണ്ടെത്തി ചെയ്യാൻ സാധിക്കും? നമ്മുടെ രാജ്യത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത്രയും പക്വതയില്ലാത്ത സ്ത്രീക്ക് എങ്ങനെ സാധിക്കും? അതാണ് എന്റെ സംശയം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഇതിന്റെ അടിയിൽ വന്നിട്ട് നമ്മുടെ സംഘപരിവാറിലുള്ള സഹോദരന്മാരും സഹോദരിമാരൊക്കെ തെറി വിളിക്കുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ തെറി വിളിക്കുമ്പോഴും എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യ രാജ്യമാണ്. നിങ്ങൾക്കൊക്കെ ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വോട്ട് ആവശ്യമാണ്. അപ്പോൾ പിന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാണ് കുരു പൊട്ടുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ
പിന്നീട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എടോ വർഷങ്ങളായിട്ട് എനിക്ക് ഏത് കാലം തൊട്ട് ഞാൻ വോട്ടിടുന്നു, എനിക്ക് 42 വയസ്സ് കഴിഞ്ഞു, ഇത്രയും ഏജ് വരെയും ഞാൻ വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് താമരയ്ക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ വ്യക്തികൾക്ക് നോക്കിയിട്ട് ഏത് പാർട്ടി പോലും നോക്കില്ല വോട്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ കൊടുക്കുന്നത് മുഴുവനും നമ്മുടെ താമര ചിഹ്നത്തിന് തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള എനിക്ക് വിമർശിക്കാനും അവകാശമുണ്ട്. അങ്ങനെ ഞാൻ വിമർശിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുരു പൊട്ടി ഒലിക്കുന്നെങ്കിൽ നിങ്ങൾ അവിടെ ഇട്ട് ഒലിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് തലയ്ക്കകത്ത് ബുദ്ധിയോട് കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു പക്വതയില്ലാതെ ഇങ്ങനെയാണോ ഒരു സ്ഥാനാർത്ഥി പെരുമാറേണ്ടത്? എല്ലാവരോടും ചിരിക്കാം, കളിക്കാം, തമാശ പറയാം, ഒക്കെ ചെയ്യാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ ഈ കാട്ടിക്കൂട്ടുന്നത് വെറും നാടകമാണ്, വെറും വൃത്തികെട്ട പ്രഹസനമാണ് എന്ന് കാണുന്ന ഏത് മനുഷ്യനും കണ്ണുപൊട്ടൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഒന്നും എനിക്ക് പറയാനില്ല. ശരിക്കും നമ്മൾ സെലിബ്രിറ്റികളെ നമ്മൾ കൊണ്ടു നിർത്തുന്നതിനൊന്നും ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഈ ഒരു പാർട്ടിയിലുള്ള ആളുകളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഈ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത ആളുകൾ ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആരോടാണെങ്കിലും എനിക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഉള്ളത്. ശരിക്കും ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളെ നിങ്ങൾ കൊണ്ടുവരാതെ നിങ്ങൾ ചാരിറ്റി നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ആളുകളെയാണ് നിങ്ങൾ മത്സരിപ്പിക്കാനായിട്ട് സ്ഥാനാർത്ഥികളായിട്ട് കൊണ്ടുവരുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. അതായത് നമുക്കറിയാം, അച്ചായൻസ് ഗോൾഡിലെ നമ്മുടെ അച്ചായനെ നമുക്ക് നന്നായിട്ട് അറിയാം. ചില്ലറ ഊടായ്പൊക്കെ പുള്ളിക്കാരന്റെ കയ്യിലുണ്ട്. ആയിക്കോട്ടെ, അയാളുടെ കയ്യിൽ അയാളുടെ ഊടായ്പ ഇരിക്കട്ടെ. എന്നാലും ഞാനിട്ട് തിന്നത്തും ഇല്ല, പട്ടിക്കിട്ട് തീറ്റിക്കത്തും ഇല്ല എന്ന് പറയുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് മാക്സിമം സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അദ്ദേഹം അത്രയും താഴെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം എന്ന് പറയുന്ന ആളിനെ, ഈ പറയുന്ന അച്ചായനെ ഞാൻ ഒരു ഒരു ഉപമയായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു വന്നപ്പോൾ ഒരു ഉപമ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി നിങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറയും. അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും. അപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അത്യാവശ്യം ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സുള്ള ആളാണ്. അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കും, നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും എന്നൊരു ബോധം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ നിർത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അല്ലാണ്ട് ഈ സെലിബ്രിറ്റികളെയൊക്കെ കൊണ്ടുവന്ന് ഇക്ലിപ്പെടുത്തി വോട്ട് മേടിക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വണ്ടന്മാരല്ല. ജനങ്ങൾ അവർക്ക് വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും, അവർക്ക് വ്യക്തമായിട്ടുള്ള അജണ്ടകളുണ്ട്. അവർ അതിനുള്ളിൽ നിന്ന് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ ഒരാളുടെ കയ്യിലിരിക്കുന്ന വോട്ട് മറ്റൊരാൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാട്ടിക്കൂട്ടലുകളും പ്രഹസനങ്ങളും പക്വതയില്ലാത്ത പ്രവൃത്തികളും കാണിക്കണമെന്നൊന്നുമില്ല. മാന്യമായ രീതിയിൽ മാന്യമായ ഭാഷയിൽ ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കണം എന്നുള്ളവരാണെങ്കിൽ കൊടുക്കും. പിന്നെ ചില ആളുകളുണ്ട്, ചത്താലും പാർട്ടി മാറി കൊടുക്കില്ല എന്നുള്ള ആളുകൾ. എങ്ങനെ സോപ്പിട്ട് കുപ്പിയിൽ ഇറക്കി ചോദിക്കാന്ന് വിചാരിച്ചാലും ഒരു രക്ഷയില്ല, അവർ കൊടുക്കില്ല. അവർക്കൊരു പാർട്ടി ഉണ്ടാവും, അത് അവർ ചത്താലും ആ ഒരു പാർട്ടി മാറില്ല. അത്തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു ലേഡിയെ തിരഞ്ഞെടുത്തത് നിങ്ങൾ ചെയ്ത ഒരു മണ്ടത്തരമായി പോയി എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.